ഗുഡ് മോർണിംഗ് ഓൾ. സോ നമുക്ക് എന്തുകൊണ്ടൊരു ഉഷ ഉദിപ്പിന്റെ തീം സോങ്ങിനോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്റെ ലോഞ്ച് ആണ്, എന്റെ പ്രോമോയുടെ ലോഞ്ച് ആണ് ഇന്ന്. സോ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ് ഇരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മ്യൂസിക്. Come on, everybody! Big YouTuber! Come on, guys, big lady! Yeah, wow, guys! All over India! We are there! Oh yeah! Come on, big lady! Hey, let's go! Kerala Premier Chess League. Alright, കേരള പ്രീമിയർ ചെസ് ലീഗ്, അതാണിപ്പം അതിന്റെ തീം സോങ് ആണ് ഇപ്പം ഉഷ ഉദിപ്പിന്റെ പ്രോമോയിൽ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അതായത് IPL ഫോർമാറ്റിൽ, ക്രിക്കറ്റിന്റെ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ അതേ ഫോർമാറ്റിൽ ചെസ്സിന്റെ പ്രീമിയർ ലീഗ് ആണ് കേരളത്തില്, ഇന്ത്യയിലെ നല്ല വേൾഡിൽ തന്നെ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ലോകത്തിലെ തന്നെ എന്താ പറയാ 20 ഫിക്സ്ഡ് ബോർഡ് ഫോർമാറ്റിലായിരിക്കും ജിമ്മി ജോസ് സ്റ്റേഡിയത്തിൽ വെച്ച് സെപ്റ്റംബർ 6, 7 ഇത് നടക്കുക. അതിന്റെ ഡീറ്റെയിൽസ് ഇതിനെല്ലാം നമ്മുടെ പ്രസ് റിലീസിലുണ്ട്. പിന്നെ ബേസിക്കലി ഇത് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പ്രീമിയർ ചെസ് അക്കാഡമിയാണ്. നമ്മൾ US ബേസ്ഡ് ആണ്. എന്താ പറയാ, നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുന്നത് അൺറേറ്റഡ് അല്ല, കുട്ടികൾ തൊട്ട് വലിയവരെ വരെ ചെസ്സിലേക്ക് ഒരു ടീം ബേസ്ഡ് ഇതിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ സോങ്ങിനെ പറ്റി നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ആൻഡോ മാത്യുവിന് എന്താ പറയുന്നത് കേൾക്കാം. മോർണിംഗ്, എന്റെ പേര് ആൻഡോ മാത്യു. ഞാനാണ് ഈ സോങ്ങിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്റെ 9th വർക്കാണ് ഈ സോങ്. ഇത് ലെജൻഡറി ആയിട്ടുള്ള സിംഗർ, നമ്മളെല്ലാവരും പ്രിയങ്കരായിട്ടുള്ള ഉഷോദ് പാടിയിരിക്കുന്നത്. അപ്പോൾ കേരള പ്രീമിയർ ചെസ് ലീഗുമായിട്ട് കൊളാബറേഷൻ ചെയ്യാൻ ഒരു ഭാഗ്യം ലഭിച്ചു. അപ്പോൾ രഞ്ജു സാറുമായിട്ടുള്ള ഞങ്ങളുടെ ഫസ്റ്റ് വർക്കാണ്. ഇതൊരു വലിയ വർക്കാണ്, ഇന്റർനാഷണൽ സോങ് ആണ്. കേൾക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു സന്തോഷവും അതിനുകൂടെ ചിന്തിക്കുവാനും ജീവിതത്തിൽ പ്രവർത്തിക്കുവാനും മുന്നോട്ട് വരുവാനുള്ള ഒരു തീം സോങ് ആണ് ഈ സോങ്. ഈ 3 ലാംഗ്വേജിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്: ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ആ ഒരു ടൈപ്പിലാണ് ഞങ്ങൾ ഈ സോങ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്റെ ഈ സോങ്ങിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തിരിക്കുന്നത്, അതേപോലെ പ്രോഗ്രാമിംഗ്, മിക്സിംഗ്, മാസ്റ്ററിംഗ് ചെയ്തിരിക്കുന്നത് എന്റെ സുഹൃത്തായിട്ടുള്ള ശ്രീ ഇബിൻ വിൻസെന്റ് ആണ്. നമ്മൾ ഒരുമിച്ചാണ് കഴിഞ്ഞ വർക്കുകളിലൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സോങ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കേൾക്കുന്ന ആൾക്കാർക്കെല്ലാം ഒരു ജീവിതത്തിലെ ഇൻസ്പിറേഷൻ ആയിരിക്കും. കാരണം ആ ഒരു ലിറിക്സ് എല്ലാം അടിപൊളി, ആ ഒരു ടൈപ്പിലാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ലിറിക്സ് ചെയ്തിരിക്കുന്നത് ട്രിനിറ്റി കോളേജിന്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ അരുൺ സുരേന്ദ്രനാണ്. താങ്ക് യു. ഇനി ഈ നമ്മുടെ KPCLന്റെ ചെസ് ഗെയിം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗെയിംസ് അല്ല. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 14 ടീംസ്, അതായത് 14 ജില്ലകളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള 14 ടീംസ് തമ്മിലുള്ള മത്സരമാണ്. അതായത് 20 ബോർഡ് സിസ്റ്റം, അതായത് 20 ഫിക്സ്ഡ് ബോർഡ്സ് ആയിരിക്കും അതിലുള്ളത്. ഒരു ടീമില് 20+5 റിസർവ്സ് കാണും. ഈ 20 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് കൊച്ചുകുട്ടികൾ തൊട്ടിട്ട് റേറ്റഡ്, അൺറേറ്റഡ്, GM അങ്ങനെ എല്ലാവിധ കാറ്റഗറിയിലുമുള്ള ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 20 പ്ലേയേഴ്സ് ആയിരിക്കും. ഓരോ പ്ലേയേഴ്സിനും അവരുടെ പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് ആൻഡ് റേറ്റിംഗ്. പിന്നെ ഇതിന്റെ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും 25 lakhs ക്യാഷ് പ്രൈസ് പൂളാണ്. നമ്പർ 1. 14 ടീംസ് ആണ്. കേരളത്തിലെ തന്നെ 14 ഹബ്സിലെ 14 ഡിസ്ട്രിക്ട്സിൽ ഡിവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാണാം രണ്ടാമത്തെ പേജിൽ ട്രിവാൻഡ്രം ടൈറ്റൻസ്, അവരുടെ ഇത് ഒരു ടീം എന്ന് പറഞ്ഞാൽ റോൾ ദ എൻഡ് ഗെയിം, കൊല്ലം നൈറ്റ്സ്, പത്തനംതിട്ട പൈനിയേഴ്സ്, ആലപ്പുഴ ആർച്ചേഴ്സ്, അങ്ങനെ പറയുന്ന ഓരോ ടീംസ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് പറയാം, ഓക്കെ, ചെസ്സിന്റെ തന്നെ അല്ലെങ്കിൽ വിന്നേഴ്സ് ചിലപ്പോൾ തൃശ്ശൂരായിരിക്കാം, ചിലപ്പോൾ പാലക്കാടായിരിക്കാം. അങ്ങനത്തെ ഒരു ഇത് കൊച്ചിലെ തന്നെ കുട്ടികളിലും അല്ലെങ്കിൽ മുതിർന്നവരിലും അങ്ങനത്തെ ഒരു ക്രിക്കറ്റിനെ പോലെ തന്നെ ചെസ്സിലെ ഒരു എന്താ പറയാ കേരളത്തിലെ പല ഹബ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ലീഗാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ തന്നെ 25 lakhs ആണ്. ഒന്നുകൂടെ 14 ടീംസ് ആണ്. 500-ലധികം പേര് ഇതിന് ഓൾറെഡി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. വളരെ തുച്ഛമായ ഒരു എൻട്രി ഫീ, അതായത് 999 രൂപ മാത്രമാണ് ഇതിനുള്ളത്. അതായത് 350 പേരാണ് മൊത്തം കളിക്കുന്നത്. മൊത്തം 3.5 ലക്ഷം രൂപയുടെ ഇതാണ്. പക്ഷേ ക്യാഷ് പ്രൈസ് തന്നെ 25 ലക്ഷം രൂപയുടെ മേളിലാണ്. നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം, ഇതൊരു നോൺ പ്രോഫിറ്റ് മോഡലാണ് നമ്മൾ ചെയ്യുന്നത്.
പിന്നെ ഒരു ടീമില് എല്ലാവർക്കും, അതായത് കുട്ടികളിലും വലിയ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ഗെയിമാണ്. പിന്നെ മെയിൻ ഗെയിമിലേക്കും കൂടെ കിടക്കാം എന്താണുള്ളത് കേരള കൾച്ചറിന്റെ കൂടെ. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഇവന്റ് നടക്കുക, ഒരു കേരള ചെസ് ലീഗ്. അത് വെറും ഒരു ചെസ് മത്സരമാക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഓരോ റൗണ്ടിന്റെ ഇടയ്ക്കും അതായത് നമ്മുടെ ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 7 അതായത് ഓണം ടൈമാണ്. അപ്പൊ ഓണത്തിന്റെ ആഘോഷങ്ങളൊന്നും പാർട്ടിസിപ്പൻസിന് മിസ്സാവാൻ പാടില്ല. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് നമ്മുടെ ഓരോ റൗണ്ടിന്റെ ഇടയ്ക്കും നമ്മുടെ കേരളത്തിന്റെ തനതായ കുറച്ച് കലാരൂപങ്ങളും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ചിങ്കാരിമേളം, പുലിക്കളി, തിരുവാതിര, ഒപ്പന, തെയ്യം, അങ്ങനെ കുറച്ച് കലാരൂപങ്ങൾ. അതായത് ഓരോ റൗണ്ടിന്റെ ഇടയ്ക്ക് ഈ കലാരൂപങ്ങളും കൂടെ ആഡ് ചെയ്തായിരിക്കും നമ്മൾ മത്സരം നടക്കുക. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് കേരളത്തിലുള്ള പ്ലേയേഴ്സ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ പ്ലേയേഴ്സും പങ്കെടുക്കുന്ന ഒരു ഇവന്റാണ്. അപ്പൊ അവർക്കും നമ്മുടെ കേരളത്തിന്റെ കൾച്ചറും ആ ഒരു പാരമ്പര്യവും ഒക്കെ ആസ്വദിക്കാൻ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പിന്നെ എപ്പോഴും ഈ ചെസ് ആസ്വാദകർക്ക് അല്ലെങ്കിൽ ചെസ് പ്ലേയേഴ്സിന് നമ്മുടെ പാർട്ടിസിപ്പൻസിനും ആ കൂടെ വരുന്ന കാണികൾക്കും ഇതൊരു നമ്മുടെ കൾച്ചറൽ ഇവന്റ്സും ഈ ചെസ് കൂടെ ചേർന്നിട്ട് ഒരു നല്ലൊരു ഇവന്റ് തന്നെയായിരിക്കും നമ്മുടെ ഈ കേരള ചെസ് പ്രീമിയർ ലീഗ്. ബേസിക്കലി ഒരു IPL മോഡലിലായിരിക്കും നമ്മൾ ഫുൾ ചെയ്യുക, ഓപ്ഷൻ ഇല്ലെങ്കിൽ ടീംസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ചുരുക്കി പറഞ്ഞ അതായത് കേരളം ഒരു ലോകത്തിന് തന്നെ ഒരു മാതൃക അല്ലെങ്കിൽ ഒരു വഴികാട്ടിയായി മാറാൻ പോകുന്ന ഒരു ഇവന്റാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് എത്രയും പേരെ ഒരു ടീമിന്റെ ഇതിൽ കൊണ്ടുവന്ന്, ചെസ് എന്ന് പറയുന്ന പൊതുവെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇൻഡിവിജ്വൽ ഗെയിം എന്നാണ്. പക്ഷെ ഒരു ടീം ഇതാക്കി മാറ്റി കേരളത്തിൽ തന്നെ വലിയ വലിയ സ്പോൺസേഴ്സ്, അതായത് അദാനി അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ വൻകിട ബിസിനസ്സുകാർ ഇതിനകത്ത് ഓരോ ടീംസിനെ, അതായത് 14 ഹബ്സ് ഉള്ള 14 ടീംസിനെ മേടിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷത്തെ സീസൺ ഇത് സ്റ്റാർട്ട് ആവുക. അപ്പം ഇതിനകത്ത് തന്നെ ഇപ്പൊ തന്നെ ഓൾറെഡി വലിയ വലിയ ഗ്രാൻഡ് മാസ്റ്റേഴ്സ്, അതായത് വെങ്കടേഷ്, സ്വയം മിശ്ര, ദീപക് ചക്രവർത്തി, ഇവർ ഇതിന്റെ രജിസ്ട്രേഷൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഞങ്ങളെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. കാരണം വെച്ചാല് ബേസിക്കലി സാധാരണ ഇടയിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെസ്സിന്റെ ഒരു പ്രാധാന്യം കിട്ടാറില്ല. അത് മീഡിയ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് അതൊരു വലിയ സപ്പോർട്ടായിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും. ഇതൊരു എന്താ പറയാ നല്ലൊരു ഇവന്റ് ആക്കി മാറ്റി കുട്ടികളിലും ആ ഒരു വാസന ഉണ്ടാക്കി കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നു.